ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് നന്ദനയോട് ചോദിക്കുക, നന്ദു ഡാർലിംഗ്, നമുക്ക് എവിടെയാ ഹണിമൂണ് പോകേണ്ടത്? എവിടെയാണെങ്കിലും എൻ്റെ ദീപു ഉള്ളടം എനിക്ക് സ്വർഗമല്ലേ. എങ്കിൽ നമുക്ക് വിദേശത്ത് എവിടെയെങ്കിലും പോയാലോ? അയ്യോ ദീപു, അത് വേണ്ട, എനിക്ക് മടുത്ത സ്ഥലമാ അത്. നമ്മുടെ കേരളം പിടിക്ക്, അതിലും മനോഹരമായ സ്ഥലം വേറെ ഉണ്ടോ? എന്നാൽ പിന്നെ മൂന്നാർ, തേക്കടി, പറമ്പിക്കുളം, വാഗമൺ അവിടെയൊക്കെ പോയി നമുക്ക് ചില്ലായാലോ. എൻ്റെ ദീപുവിന് എവിടെയാണോ അവിടെ. അഴകിയ രാവണൻ അതങ്ങോട്ട് വിശ്വസിച്ച് ദാണ്ട അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് പോവാ. അവിടെ അടുത്ത് തന്ത്രം നടക്കുമോ? അവൾ പെട്ടെന്ന് അവനെ തട്ടിമാറ്റി, യോ ഞാൻ വ്രതത്തിലാ എന്നും പറഞ്ഞ് നന്ദനെ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോയി. ദീപക്കിനൊരു സംശയം, ഇതിനി ഇവിടെ വേലയാണോ? ഇവളെന്നെ പറ്റിക്കുവാണോ? ഈ സമയം പ്രതാപൻ റൂമിൽ നിന്ന് എന്തോ എഴുതുവാണ്. തക്തം നോക്കി തൻ്റെ അമ്പിയെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അയ്യോ, എൻ്റെ ചേച്ചി എന്തിനാ അവിടെ തന്നെ മടിച്ചു നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വാ. പ്രതാപ, നീ എന്തോ എഴുതിക്കൊണ്ടിരിക്കുവാണല്ലോ. നല്ല ചെറുകഥയോ നോവലോ വല്ലോ എഴുതിക്കൊണ്ടിരിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഒഴുക്കങ്ങ് നഷ്ടപ്പെടില്ലേ? ചേച്ചി എന്താ പറയുന്നത്? നോവലും നീണ്ട കഥയോ? അതും ഞാനോ? എന്താ നിനക്ക് എഴുതിയാലോ? എനിക്കൊരു ആത്മകഥയൊക്കെ എഴുതണമെന്നുണ്ട്. എഴുതണം പ്രതാപ. അപ്പോഴതിൽ നിൻ്റെ ഭാര്യയുടെ കാര്യം മാത്രം എഴുതാതിരുന്നാൽ മതി. അത് മാത്രമല്ലേ ഉള്ളൂ എൻ്റെ മോനെ നിനക്കൊരു നാറ്റക്കേസ്. അല്ല, ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇപ്പോൾ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. എന്തായാലും പറയേച്ചി. അത് മോനെ, ദീപക്കിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയില്ലേ? അവനെ അവളെയും കൂടി നമുക്കൊരു ഹണിമൂണിന് അയക്കണ്ടേ? വേണം ചേച്ചി. അവർ വല്ല സ്ഥലവും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ദീപക്കിന് വിദേശത്തൊക്കെയാ നോട്ടം. പക്ഷെ എന്ത് ചെയ്യാൻ, ആ പെണ്ണൊരു പഴഞ്ചൻ ടൈപ്പാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപനുടനെ രാജുവിനെ വിളിച്ചിട്ട്, രാജു, ദീപക്കിന് നന്ദനയ്ക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതെവിടെയൊക്കെ പ്ലാൻ ചെയ്യും? സാറേ, അത് അവരല്ലേ പ്ലാൻ ചെയ്യേണ്ടത്. മോനെ, കുളു മണാലിയിലോട്ടായാലോ? അത് മതി ചേച്ചി. എന്നാൽ ചണ്ഡീഗഡ് എയർപോർട്ടിലോട്ട് 2 ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്യാം. ഒന്നാന്തരം നാട്ടിയ അഭിനയക്കാരി താണ്ട നന്ദനെ അങ്ങോട്ട് വല്യമ്മാവാ എന്ന് വിളിച്ചോണ്ട് വരുക. എന്താ നന്ദനെ, കയറി വാ. വല്യമ്മാവാ, എനിക്ക് ഹണിമൂൺ ട്രിപ്പൊന്നും വേണ്ട. എനിക്ക് യാത്ര ചെയ്യാനൊന്നും വയ്യ. അമ്പിക അത് കേട്ടിട്ട്, യാത്ര ചെയ്യാനൊന്നും എനിക്ക് വയ്യേ? അതെന്താ? എനിക്കിപ്പോൾ ചില ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊരു 1 മന്ത് കഴിയട്ടെ. എന്താ ചേച്ചി, ദീപക്കിന് മധുവിധ ശാപമാണല്ലോ. രാജു കളിയാക്കി ചിരിച്ചുകൊണ്ട്, ദിവ്യാശാപം ആയിരിക്കും. രാജു പുറത്തോട്ട് ഇറങ്ങി വരാൻ കാത്തു നിൽക്കുവാണ് നന്ദന നിൽക്കുന്ന കണ്ടുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യാതെ രാജു പോകുമ്പോൾ പെട്ടെന്ന് രാജുവോടെ നിന്നെ എന്നും പറഞ്ഞ് രാജുവിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് നന്ദന പറയാം, രാജുവിന് എന്താ ഇത്ര നിർബന്ധം ഞങ്ങളെ ഹണിമൂണിന് അയക്കണമെന്ന്? അയ്യോ, എനിക്കൊരു താല്പര്യമില്ലേ. പിന്നെ എന്തിനാ ടിക്കറ്റൊക്കെ എടുക്കാൻ തയ്യാറായത്? അത് വർമ്മ സാർ എൻ്റെ ഫാദറിലോയാ, എൻ്റെ ഗാർഡിയനുമാ. സാറ് പറയുന്നു, ഞാൻ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. രാജു, ഞാൻ ദീപക്കിനെ കല്യാണം കഴിച്ചു വന്നേ ഉള്ളൂ. അവനുമായിട്ട് ഹണിമൂൺ പോകാനെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിൽ പണ്ട് മുതലേ മറ്റൊരാളാണല്ലോ. അയാളെ എനിക്കങ്ങോട്ട് മറക്കാൻ പെട്ടെന്ന് പറ്റില്ല. നന്ദനെ അങ്ങനെ കരുതി കൂട്ടി പറഞ്ഞിട്ടാണ് പോയത്. രാജു മനസ്സിൽ പറ, ദൈവമേ, ഇവൾ എന്ത് ഭാവിച്ചിട്ടായി പറയുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാണ്ട് രാജുവിനെ തന്നെ നോക്കി നിൽക്കുന്ന ഋതിക രാജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാം, ഞാൻ എല്ലാം കേട്ടു ഋതു. അങ്ങനെയൊന്നുമല്ല. അല്ലല്ല, വേണ്ട, ഞാൻ എല്ലാം കേട്ടു. അത്രയും രാജുവിനോട് പറഞ്ഞിട്ട് ഋതി അങ്ങ് പോയി. ഋതു എന്ന് പുറയിൽ നിന്ന് വിളിക്കാനല്ലാതെ ആ പൊട്ടൻ അവളെ പിടിച്ചു നിർത്തി സത്യങ്ങളെല്ലാം പറയാൻ ഇതുവരെ അവന് കഴിഞ്ഞിട്ടില്ല. വേണിവേട്ടന് ഒരു സമാധാനമില്ല. കട്ടിലിൽ നിന്നിങ്ങനെ ആകെ സങ്കടത്തോടെ ചിന്തിക്കുക. പ്രതാപൻ പറഞ്ഞ ആ വാക്കുകൾ, താൻ ആരാ? ഇവിടെ കയറി വരാൻ എൻ്റെ പെർമിഷൻ വേണം, ഇറങ്ങിപ്പോടോ ഇവിടുന്ന്. പ്രതാപൻ പറഞ്ഞ ആ വാക്കുകളൊന്നും വേണിവേട്ടനെ അങ്ങോട്ട് മറക്കാനോ പൊറുക്കാനോ പറ്റുന്നില്ല. രാധമ്മ അങ്ങോട്ട് വന്നിട്ട്, വേണിവേട്ട, ആ കാര്യം ഓർത്ത് ഇപ്പോഴും വിഷമിച്ചിരിക്കുവാണ്. എന്താ എൻ്റെ വേണിവേട്ടനൊന്നും മിണ്ടാത്തേ? അതൊന്നും അത്ര പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല രാധമ്മേ. അതൊരു വല്ലാത്ത ഒരു മുറിവ് തന്നെയാണ്. അതൊക്കെ അങ്ങ് വിട്ടുകള വേണിവേട്ട. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരിക്കുന്നതാണ് അത്രയ്ക്കും നല്ലത്. ആ സമയത്ത് പത്മാവതിയുടെ ഫോൺ കോൾ വേണിവേട്ടൻ്റെ ഫോണിലോട്ട് വരുന്നുണ്ട്. എന്താ മേഡം, പറഞ്ഞോ. ഞാൻ പത്മാവതി. എനിക്ക് മനസ്സിലായി, പറഞ്ഞോ മേഡം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ നടന്നത്. ഞാൻ അതിന് വേണുവേട്ടനോട് ക്ഷമ ചോദിക്കുക. അതിന് മേഡം എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? മേഡം എന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. വേണുവേട്ടൻ എനിക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണല്ലോ പ്രതാപേട്ടന് ദേഷ്യമായത്. വർമ്മ സാറ് സത്യത്തിനെതിരെ നിൽക്കാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടായി മേഡം. ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മോചനം നേടാതെ ഇനി പ്രതാപൻ സാറിന് രക്ഷയില്ല. ഇതൊക്കെ ആര് തുറന്നു പറയുന്നു അവർ പ്രതാപൻ സാറിൻ്റെ ശത്രുവാണ്. പ്രതാപേട്ടൻ്റെ വളർച്ചയ്ക്ക് വേണുവേട്ടൻ്റെ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരിക്കലും പറയരുതായിരുന്നു. പ്രതാപൻ സാറ് പറഞ്ഞതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുവാണ് മേഡം എന്നും പറഞ്ഞ് കരയുവാണ് വേണുവേട്ടൻ. ഞാനൊരു പാവപ്പെട്ടവനാ. അർഹതയില്ലാത്തടത്ത് കയറി അഭിപ്രായം പറഞ്ഞത് എൻ്റെ തെറ്റാ. സ്വാതന്ത്ര്യം എനിക്കിച്ചിരി കൂടിപ്പോയി, അതെൻ്റെ തെറ്റാ. വേണുവേട്ടൻ വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ മേഡം, ഞാൻ ഇപ്പം തന്നെ അതൊക്കെ തരണം ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ മകനും എന്നേക്കാൾ ഏറെ ഇഷ്ടം വർമ്മ സാറിനെയാണ്. കരഞ്ഞോണ്ട് പറയുക. ഒരു സമയത്ത് ഇതൊക്കെ കണ്ട് വല്ലാതെ സന്തോഷിച്ചവനായി വേണു. ഞാൻ സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ മേഡം. എന്താ വേണുവേട്ടാ ഇത്? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ
തെറ്റെൻ്റെ ഭാഗത്താണെന്ന് ഞാൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കും. അപ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്നോട് വർമ്മ സാറ് പറഞ്ഞതൊക്കെ മേഡം അത് മനസ്സിൽ നിന്ന് വിട്ടേരെ. അപവാദം കേട്ടതും തകർന്നു പോയതും ഒക്കെ മേഡമാണ്. ആ അപവാദം ഇപ്പോഴും അംബിക പ്രചരിപ്പിക്കുവാണ്. ഒത്തിരി കാലം മുമ്പേ ഞാൻ കണ്ട ഒരു കൊച്ചു പെങ്ങളോടെന്ന പോലെ ഞാൻ പറയുവാണ്. അഗ്നിശുദ്ധി വരുത്തി പ്രതാപൻ സാറിനെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ മേഡം അവിടെ നിന്ന് ഇനി ഇറങ്ങാവൂ. സീതാദേവിയെപ്പോലെ ഇതെൻ്റെ ഒരു അപേക്ഷയാണ് എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഫോണങ്ങ് കട്ട് ചെയ്തു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും വേണുവേട്ടൻ്റെ മനസ്സിൻ്റെ ആ മുറിവ് ഉണങ്ങില്ല. വേണുവേട്ടൻ ആകെ സങ്കടത്തിലിരിക്കുക. രാധമ്മ പറയാം, മനസ്സിലെ ഭാരങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചിട്ട് സമാധാനത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഈ രാത്രിയും കടന്നു പോകും വേണുവേട്ട. എന്തൊക്കെയോ കിനാവ് കണ്ട് ദീപക്ക് തൻ്റെ ബെഡ്റൂമിൽ ഒരു ഫോണും പിടിച്ചോണ്ടിരിക്കുക. നന്ദനെ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവിടെ ആ ചിരിയിലിങ്ങനെ മതിമറന്ന് ദീപക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. പെട്ടെന്ന് അവൾ ആ ഡോറൊക്കെ അങ്ങോട്ട് അടച്ചിട്ട്, ദീപു ഇതുവരെ ഉറങ്ങിയില്ലേ? കിടന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങേണ്ടതല്ലേ? ദീപു ഉറക്കവിളക്കരുത്. കുറഞ്ഞൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിലേ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഡാർലിംഗ് വരാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ. എന്താ ദീപു, ഞാൻ വ്രതത്തിൻ്റെ കാര്യം പറഞ്ഞത് ദീപുവിന് വിഷമമായോ? അല്ല ഡാർലിംഗ്, ഈ വ്രതമൊക്കെ തീരാറാകുമ്പോഴത്തേക്ക് എന്നെ തെക്കേപ്പുറത്തോട്ട് എടുക്കുവോ? ഈ വ്രതമൊക്കെ കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിലേ ഭർത്താവ് തളർവാദം പിടിച്ച് കട്ടിലിൽ കിടക്കുമെന്ന് ആ ജാതകത്തിൽ. അല്ല നന്ദു, നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ദീപു അങ്ങനെ പറയുന്നത്? ദീപു എൻ്റെ ഹസ്സല്ലേ, ഞാൻ അങ്ങനെ വല്ലതും പറയുമോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും നിന്നെ ഒന്ന് തൊടാൻ പോലും നീ എന്നെ അനുവദിച്ചിട്ടില്ലല്ലോ. അയ്യേ, എന്തൊക്കെ നാണക്കേടായി ദീപു ഈ പറയുന്നത്. ഞാൻ ദീപുവിൻ്റെ നന്ദുവല്ലേ. എന്നും എൻ്റെ മേൽ അവകാശം എൻ്റെ ദീപുവിനല്ലേ. വ്രതങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഒന്ന് അടങ്ങ് ദീപു. പെട്ടെന്ന് നന്ദനി ഒരു അഭിന്. അയ്യേ, എന്താ ഒരു വല്ലാത്ത വൃത്തികെട്ട മണം. ദീപു എന്തോ ഡിയോഡറൻ്റ് അടിച്ചിരിക്കുന്നത്? ഞാൻ നല്ല ഒന്നാന്തരം പെർഫ്യൂമാണല്ലോ അടിച്ചിരിക്കുന്നത്. വല്ലാത്ത കൂറ മണം. എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. ഞാൻ ഈ മൂലയ്ക്ക് എവിടെയെങ്കിലും ഷീറ്റ് വിരിച്ച് കിടന്നോളാം എന്നും പറഞ്ഞ് നന്ദന ആ കട്ടിലിനൊരു ബെഡ്ഷീറ്റും ഒരു തലാണിയെടുത്ത് താഴെ അങ്ങോട്ട് വിരിച്ച് കിടക്കുവാണ്. ദീപക്കിൻ്റെ മനസ്സിലൊരു സംശയം തോന്നായികയില്ല. ഇതൊക്കെ ഇവിടെ ഒരു അടവാണോ? വേണുവേട്ടനെ പോലെ തന്നെ പത്മാവതിക്കും പ്രതാപൻ കാണിച്ച ആ വൃത്തികെട്ട നാടകം പത്മാവതിക്കും സഹിക്കാൻ പറ്റുന്നില്ല. ആകെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഋതിക അങ്ങോട്ട് ചെല്ലുക. അമ്മ എന്താ ആലോചിക്കുന്നത്? എനിക്ക് ആ വേണുവേട്ടനോട് പ്രതാപേട്ടൻ പറഞ്ഞത് ഓർത്തിട്ട് സഹിക്കുന്നില്ല മോളെ. ആ പാവം സങ്കടപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അങ്കിളൊരു പാവം മനുഷ്യനമ്മേ. മറ്റുള്ളവരെ പോലെ പകയും വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കില്ല. അതൊക്കെ അപ്പോഴേ അങ്കിളങ്ങ് മറന്നു കാണും. രാജു അപ്പോഴവരുടെ മുറിയിലോട്ട് വരിക. രാജുവിനെ കണ്ടെന്ന് ഋതിക ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുക. പത്മ അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇവർക്ക് തങ്ങളിൽ പറ്റിയത്? പക്ഷേ രാജുവും പറയുന്നില്ല, ഋതികയും പറയുന്നില്ല. രാജു ഋതിക ഇങ്ങനെ നോക്കിയിട്ട് സങ്കടത്തോടെ പത്മയോട് പറയും, അമ്മേ ഞാൻ കിടക്കാൻ പോവാ, ഗുഡ് നൈറ്റ് മോനെ എന്നിങ്ങനെ പത്മയും പറയുക. രാജു ഇങ്ങനെ കുറേ നേരം ഋതിയെ നോക്കി നിന്നിട്ടങ്ങ് പോവുക. പത്മ എന്നിട്ട് ഋതിയോട് പറയാം, മോളെ രാജു പോയത് കണ്ടില്ലേ? മോള് പോയി നിങ്ങളുടെ മുറിയിൽ പോയി കിടക്ക്. വേണ്ടാമ്മേ, ഇന്നു മുതൽ ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ കിടക്കുന്നത്. അയ്യോ, അത് ശരിയാവില്ല. മോൾ അങ്ങോട്ട് ചെന്നേ. ഇത്രയും കാലം എൻ്റെ അമ്മയും ഒറ്റയ്ക്കല്ലായിരുന്നു. ഇനി മുതൽ ഞാനും അമ്മയുടെ കൂടെ കിടന്നോട്ടെ. പത്മാവതി ഒന്നും പറയാതെയാണ് നോക്കിയിരിക്കുക. രാജു ആണെങ്കിൽ ബെഡ്റൂമിൽ വന്നിരുന്നുണ്ട് ഋതികയുടെ ഫോട്ടോ എടുത്തിങ്ങനെ അതിൽ തന്നെ നോക്കുകയും ആ ഫോട്ടോയിൽ ഇങ്ങനെ തലോടുകയും അവർ രണ്ടുപേരുടെ ഒരുമിച്ച് പുറത്തു പോയതും കോഫി കുടിച്ചതും ഒക്കെ ഇങ്ങനെ ഓർക്കുവാണ്. രുക്മിണിയുടെ അടുത്ത് ആരോ ഒരാൾ തണ്ട പണത്തിന് വന്ന് നിൽക്കുക. പരിമളയ്ക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ പലിശയ്ക്ക് തരും. പലിശയ്ക്ക് രൂപ കൊടുക്കുന്നതാണല്ലോ എൻ്റെ പണി. പക്ഷേ കൃത്യ ദിവസം കൃത്യ സമയത്ത് തന്നെ പലിശ തന്നോണം. അല്ലെങ്കിൽ പിന്നെ രുക്മിണിയുടെ നിറം ഇതൊന്നും അല്ല. ഞാനൊരു ചന്തയാവും, തനി ചന്ത. എത്ര രൂപയാണ് നിനക്ക് വേണ്ടത്? ഒരു 10,000 രൂപ. ആക്സോ ബ്ലേഡാണോ അതോ വെറും ബ്ലേഡാണോ അതോ ക്ഷൗരക്കത്തിയോ? അയ്യോ, എന്ന് വെച്ചാൽ എന്തുവാ? ബ്ലേഡ് എന്ന് വെച്ചാൽ മാസം 1 ദിവസം പലിശ. ആക്സോ ബ്ലേഡ് എന്ന് വെച്ചാൽ ആഴ്ചതോറും പലിശ തന്നുകൊണ്ടിരിക്കണം. ക്ഷൗരക്കത്തി എന്ന് വെച്ചാൽ ഡെയിലി പലിശ മുതലിൻ്റെ ഒരു ഭാഗവും തരണം. അയ്യോ, എനിക്കെന്നാ ബ്ലേഡ് മതിയേ. അപ്പോൾ തന്നെ ശ്രീലക്ഷ്മി ദൂരെ എന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വരുന്നത്. ത്രിപുര സുന്ദരി ചമഞ്ഞൊരുങ്ങി. അയ്യോ, അത് രുക്മിണിയുടെ മരുമോളല്ലേ? മരുമോള്. അവൾ ആടിച്ചമഞ്ഞുള്ള വരവ് കണ്ടില്ലേ? ഇവൾ എൻ്റെ മരുമോളൊന്നും അല്ലേ. ഇവളെ ഞാൻ അടിച്ചോടിച്ച് വിട്ട്. ഇവളിപ്പോൾ വലിയ ഉദ്യോഗസ്ഥയല്ലയോ, വലിയ ഇൻകം ടാക്സ് ഓഫീസറല്ലേ. കേരളത്തിലെ മൊത്തം ആദായ നികുതി ഇവിടെ തലയിൽ കൂടെ അല്ലയോ പോകുന്നത്. മരുമളെ, അവളിങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കൊരവസരം കിട്ടുവാണെങ്കിൽ ഞാൻ 2 ചീത്ത ഇവളെ പറയും. പക്ഷെ നീ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നോണേ. അതിനെന്താ, ഞാൻ രുക്മിണിയുടെ പിറകിൽ നിന്ന് ഏലസാ വിളിച്ചോളാം. അത് മതി. ശ്രീലക്ഷ്മി അങ്ങനെ അടുത്തെത്തിയപ്പോൾ രുക്മിണി പറയാം, പരിമള ഈ വരുന്ന ആളെ കണ്ടോ? വലിയ കളക്ടറാ, ഡിസ്ട്രിക്ട് കളക്ടർ. എങ്ങനെയോ ആരെയൊക്കെ കയ്യും കലാശമൊക്കെ കാണിച്ചേ ഒരു ജോലി തട്ടിയെടുത്ത്. ഇനി ഇവളൊക്കെ കൂടി ഈ ഭൂമി തിരിച്ചു വെക്കും. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ തിരിച്ചു വന്നിട്ട് പറയാം, വേണ്ടാന്ന് വിചാരിക്കുന്നവർ പുറകെ വരുവാണല്ലോ. നിങ്ങൾ മനുഷ്യനെ വഴി നടക്കാനും സമ്മതിക്കത്തില്ലേ? അയ്യോ, മഹാലക്ഷ്മി ശ്രീലക്ഷ്മി ഫായി അല്ലയോ.
നീ വഴി നടന്നോടി, എന്താ ഒരു പല്ലക്ക് കയറി വരാത്തതെന്നാ എൻ്റെ ഒരു ചോദ്യം. ദാണ്ട തള്ളേ, നിങ്ങളോട് സംസാരിച്ചാൽ എൻ്റെ ദേഹത്ത് ചെളി പറ്റും. പക്ഷേ ഗത്യന്തരമില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് പല്ലക്കും കുതിരവണ്ടിയും ഒന്നും വേണ്ട. എനിക്ക് ഓഫീസിൽ പോകാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു പോലീസ് ജീപ്പിനോട് വരുത്തട്ടെ ലോക്കപ്പിൽ കിടത്താൻ. പിന്നെ ഇപ്പോൾ പോലീസുകാരെ ഭരിക്കുന്ന നീയല്ലേ. എന്നാലേ നിങ്ങളെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും അകത്തിടാനും ഒക്കെയുള്ള വകുപ്പ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എന്താ ഞാൻ പറയണോ? ആ പാറക്കണ്ട മണ്ടോദരിയാണ് 2ാം പ്രതി. 1ാം പ്രതി പലിശക്കാരി രുക്മിണി. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി പോലെ തണ്ട് രുക്മിണി ഞെട്ടി വിറച്ച് നിൽക്കുക. എന്നിട്ട് പറയാം, അയ്യോ ആ പാറക്കണ്ടം മണ്ടോദരിയായിട്ട് ഈ രുക്മിണിക്ക് യാതൊരു ബന്ധവും ഇല്ല. ബന്ധമൊക്കെ അവർ പറഞ്ഞിട്ടുമുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുമുണ്ട്. എന്നെ ഭ്രാന്തിയാക്കാൻ ആ സ്ത്രീ നിങ്ങളുടെ കയ്യിൽ മയക്കുമരുന്ന് തന്നെന്നും അത് കലക്കി കൊടുത്താൽ മരുമകൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്നും അവർ ഞങ്ങൾക്ക് മൊഴി തന്നു കഴിഞ്ഞു. അവരെ പോലീസ് പൊക്കാൻ പോവുക. അവരെ പൊക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെയും പൊക്കും. അങ്ങനെ പൈസ മേടിക്കാൻ വന്നവൾ പെട്ടെന്ന് പറ, അയ്യോ രുക്മിണി, എനിക്ക് നിൻ്റെ പൈസയും ഒന്നും വേണ്ടായേ, ഞാൻ പോയേക്കുവാണേ എന്നും പറഞ്ഞ് അവൾ എളുപ്പം പോയി. രുക്മിണി ആകെ ഭയന്ന് വിറച്ചിങ്ങനെ നിൽക്കുക. ശ്രീലക്ഷ്മി പറയാ, ഞാനിപ്പം നിങ്ങളുടെ മരുമകളൊന്നും അല്ല. ഇനി ഞാൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും കുരച്ചാൽ ആ പേപ്പട്ടിപ്പിടുത്തക്കാരൻ ഞാൻ വിളിക്കും, പറഞ്ഞത് കേട്ടോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ശ്രീലക്ഷ്മി അങ്ങ് പോയി. പത്മ ഋതിയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ടിട്ട് പറയാ, നെറ്റിയിൽ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ എന്തൊരു ഐശ്വര്യവാ. ഇതിനെയാണ് മുഖശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നുണ്ട്. മോനിങ്ങോട്ട് വന്നേ, മോൻ കുളിച്ചോ? ആ കുളിച്ചമ്മേ എന്ന് പറയുമ്പോൾ പത്മ രാജുവിൻ്റെ നെറ്റിയിലും ചന്ദനം തൊട്ടിട്ട് ഐശ്വര്യവും സമാധാനമുള്ളതാകട്ടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ എന്നോട് വെറുതെ ദേഷ്യപ്പെടരുത്. എന്താ അമ്മേ? അമ്മേ പറയമ്മേ. പ്രതാപേട്ടനെ വെറുതെ ഇറിറ്റേറ്റ് ആക്കണ്ട, ഞാൻ അങ്ങ് പൊയ്ക്കോട്ടെ. ഇതിനുള്ള മറുപടി ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞതാ. അമ്മ എങ്ങോട്ടും പോകുന്നില്ല. ഇറിറ്റേറ്റ് ആകുന്നവരായിക്കോട്ടമ്മേ, ഇത് അമ്മയുടെ സ്വന്തം വീടല്ലേ. ഈ വീട് വിട്ട് അമ്മ എങ്ങോട്ടും പോകുന്നില്ല. വഴക്കുണ്ടാവുമെന്ന് അമ്മ പേടിച്ചിട്ടാണോ പോകാനൊരുങ്ങുന്നത്? എങ്കിൽ വർമ്മ സാർ അമ്മയോടെ നിൽക്കുന്ന കാര്യത്തിൽ അംഗീകരിച്ചു. പിന്നെ എന്താ അമ്മേ, എന്തൊക്കെയായാലും എൻ്റെ ഭർത്താവല്ലേ പ്രതാപേട്ടൻ. അദ്ദേഹം എന്നെ ഒരു നിത്യ ശത്രുവായിട്ട് കാണുന്ന വീട്ടിൽ ഋതിക പറയാം, അച്ഛനമ്മ നിത്യ ശത്രുവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് അച്ഛൻ തന്നെയാണ് കുറ്റക്കാരൻ. ഭാര്യയെ വിശ്വസിക്കാതെ പെങ്ങളെ മാത്രം വിശ്വസിക്കുന്ന അച്ഛൻ, അതിന് അമ്മ കുറ്റക്കാരിയല്ല. അമ്മ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. പോകുന്ന കാര്യം ഇനി മേലിൽ അമ്മ മിണ്ടിപ്പോകരുത്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആ എന്നിങ്ങനെ പറയുന്നതാണ്ട് ഋതികയ്ക്ക് പെട്ടെന്ന് വൊമിറ്റിങ് വരുന്നു. ഋതിക വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പത്മ അടുത്തോട്ട് ഓടിച്ചെന്ന് പുറമൊക്കെ ഇങ്ങനെ തടയി കൊടുക്കുക. എന്താണെന്ന് കാര്യം മനസ്സിലാകാതെ രാജു ഇങ്ങനെ വിഷമിച്ച് നോക്കി നിൽക്കുക. അയ്യോ ഋതു, എന്ത് പറ്റിയതാ? ഋതിക ഒന്നും പറയുന്നില്ല. പത്മയും ചോദിക്കുക, മോളെ എന്ത് പറ്റിയതാ? അമ്മേ ഫുഡിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. രാജു ഉടനെ പറയാം, അതിന് നേരം വെളുത്തിട്ട് ഇത്ര നേരമല്ല ആയിട്ടുള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഋതു ഫുഡ് എവിടെ നിന്ന് കഴിച്ച്? ഞാൻ കോഫിയുടെ കൂടെ 2-3 ബിസ്ക്കറ്റ് കഴിച്ചു. അയ്യോ, കോഫിയോടൊപ്പം ബിസ്ക്കറ്റ് കഴിച്ചാൽ ഛർദ്ദിക്കുമോ എന്നിങ്ങനെ അതിശയത്തോടെ രാജു ചോദിക്കുക. പത്മാവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഋതിക പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഋതിയുടെ പ്രഗ്നൻസിയോടെ ആ വീടിൽ പിടിച്ചിരിക്കുന്ന ദുരിതങ്ങളെല്ലാം പോകുമെന്ന് തോന്നുന്നു. ഇതറിയുമ്പോൾ പ്രതാപൻ കൂടുതൽ സന്തോഷപ്പെടും. എന്തായാലും അവനൊരു മുത്തശ്ശനാകുമല്ലേ. ആ ഒരു സന്തോഷത്തിൽ എല്ലാ വൈരാഗ്യവും എല്ലാം മറന്ന് എല്ലാവരും ഒന്നാകുമെന്ന് തോന്നുന്നു. ഇനി ഋതിയുടെ പ്രഗ്നൻസി കലക്കാൻ വേണ്ടി ആ അംബിക എന്തൊക്കെ ഇനി അവിടെ കാണിച്ചു വെക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അറിയാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.